ന ന ന കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം 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 ന ന ന. നമസ്കാരം. പൈത്താരിയിലെ പുതിയ പുതിയ വർത്തമാനങ്ങളുമായി ഇന്ന് കലാമണ്ഡലം ആനന്ദൻ കലാമണ്ഡലത്തിൽ കുറേ കാലം പതിവ് പോലെ തന്നെ ചെണ്ട കൊട്ട് പഠിച്ചു. അദ്ദേഹത്തിൻ്റെ വീട് ശരിക്കും പറഞ്ഞാൽ പട്ടാമ്പി അടുത്ത് മുളയങ്കാവിലാണ്. മുളയങ്കാവ് പരിസരം എന്ന് വിചാരിക്കുക. പക്ഷെ അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്താണ് സ്ഥിരതാമസം. കലാമണ്ഡലത്തിൽ കോഴ്സ് കഴിഞ്ഞ് അഹമ്മദാബാദിലെത്തി ദർപ്പണയിൽ മൃണാളിനി സാരാഭായിയുടെ സ്ഥാപനത്തിൽ ഏകദേശം 8 വർഷത്തോളം അവിടെ ജോലി ചെയ്തു. അവിടെ എത്തിയതും അവിടെ ഉണ്ടായ സാഹചര്യങ്ങളൊക്കെ അദ്ദേഹം വളരെ വിശദമായി സംസാരിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന കാലത്ത് മൃദംഗവും തബലയും ഡോലക്കും അദ്ദേഹം പഠിച്ചു. ഒപ്പം വളരെ അത്ഭുതകരമായി തോന്നാം നൃത്തവും അല്ലെങ്കിൽ ഭരതനാട്യവും അദ്ദേഹം പഠിക്കുകയുണ്ടായി. തുടർന്ന് തിരുവനന്തപുരത്തെത്തി. കലാമണ്ഡലത്തിൽ ചെണ്ട പഠിച്ച് അഹമ്മദാബാദിൽ നിന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയത് ഇടയ്ക്ക കലാകാരനായിട്ടാണ്. ഇപ്പോൾ അദ്ദേഹം പ്രധാനമായും പ്രയോഗിക്കുന്നത് ഇടയ്ക്കയും മറ്റ് ഇതര വാദ്യങ്ങളും ഒക്കെ പറയാം. കലാമണ്ഡലത്തിൽ ഈ ആനന്ദൻ പഠിക്കുന്ന കാലത്ത് വളരെ ചെറിയ കുട്ടിയാണ്. പഠിക്കാൻ ചേർന്ന് കഴിഞ്ഞാൽ അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പഠനവും അവിടുത്തെ പരിശീലനവും ഒക്കെ സ്വാഭാവികമായും നിർവഹിക്കേണ്ടതാണ്. ഈ ആനന്ദൻ വളരെ കുട്ടിയായിട്ട് പോലും ചൊല്ലിയാട്ടക്കളരിയിലേക്ക് ചെണ്ട കൊണ്ടുപോകുന്നതിന് അല്ലെങ്കിൽ സാധകം ചെയ്യുമ്പോൾ ചെണ്ട ഏറ്റി നിൽക്കുന്നതിന് ഇതൊക്കെ ഈ ചെണ്ടയ്ക്ക് പിന്നിലോ ചെണ്ടയ്ക്ക് മുന്നിലോ ആനന്ദൻ ഉണ്ട് എന്നറിയാറില്ല. കാരണം ആ ചെണ്ടയുടെ വലിപ്പത്തിനേക്കാൾ കുറവായിരുന്നു ആനന്ദൻ്റെ ഉയരം. അതുകൊണ്ട് ചെണ്ട പോണു എന്ന് പറയാനേ നമുക്ക് തോന്നാറുള്ളൂ. എങ്ങനെയാലും കൊട്ടിൽ വളരെ അക്ഷര വ്യക്തതയോടുകൂടി കൊട്ടിയേരുന്ന കൊട്ടാണ് ആനന്ദൻ്റേത്. മനസ്സിൽ സംഗീതവും നേരത്തെ പറഞ്ഞതുപോലെ കലാവാസന ധാരാളമുള്ളതാണ്. ഇപ്പോൾ എങ്ങനെയാലും അദ്ദേഹം തിരുവനന്തപുരത്താണ് സ്ഥിരതാമസം. അദ്ദേഹത്തിൻ്റെ കലാപ്രവർത്തനങ്ങൾ ഈ കലാമണ്ഡലത്തിലേക്ക് എത്തിപ്പെട്ടത്, അഹമ്മദാബാദിൽ പോയത്, തുടർന്ന് തിരുവനന്തപുരത്തെ സാഹചര്യങ്ങൾ ഒക്കെ അദ്ദേഹം വിശദമായി സംസാരിക്കുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വർത്തമാനത്തിലേക്ക് തിരിയാം. അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഈ ആനന്ദൻ്റെ സുഹൃത്ത് തന്നെയായ, ഞങ്ങളൊക്കെ കലാമണ്ഡലത്തിൽ ഉള്ള കാലത്ത് അവിടെ പഠിച്ചിരുന്ന കലാമണ്ഡലം പ്രജിത്ത് എന്ന വേഷകലാകാരനാണ് അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. വളരെ സൗഹാർദ്ദപരമായി അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഈ ആനന്ദനുമായി വ്യക്തിപരമായ ധാരാളം അടുപ്പവും ബന്ധവും കലാരംഗത്തെ പ്രവർത്തനങ്ങളും ഉണ്ടെങ്കിലും ഇത്തരം അറിവുകൾ ആനന്ദനിൽ നിന്ന് അറിയാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന് പ്രജിത്ത് പറയുന്നുണ്ട്. എങ്ങനെയാലും ഈ ആനന്ദനെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രജിത്തിൻ്റെ ചോദ്യങ്ങൾ വളരെ സുന്ദരമാണ്, വളരെ
ഹ്രസ്വമാണ്, ചെറിയ ഒരു വീഡിയോ ആണ് ഇത്. എങ്കിൽ പോലും വളരെ നന്നായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കലാരംഗത്തേക്ക് പ്രവർത്തിക്കുമ്പോഴുള്ള തരണം ചെയ്യേണ്ടതായ പ്രതിസന്ധികൾ ഓരോ കലാകാരനും വ്യത്യസ്തമാണ്. ശരിക്കും പറഞ്ഞാൽ അത്തരത്തിൽ ആനന്ദൻ്റെ അനുഭവവും അതുപോലെ വ്യത്യസ്തമാണ്. എല്ലാവരെയും ഈ ചോദ്യ ഉത്തര വായ്ത്താരിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നമസ്കാരം. വായ്ത്താരിയിലേക്ക് സ്വാഗതം. ഇന്ന് വായ്ത്താരിയിലെ അതിഥി കലാമണ്ഡലം ആനന്ദേട്ടനാണ്. നമുക്ക് ആനന്ദേട്ടൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ആനന്ദേട്ടൻ നമസ്കാരം. നമസ്കാരം. ആനന്ദേട്ടൻ ഒരു കലാപാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഈ മേഖലയിലേക്ക് വന്നത്. ചെണ്ട ഒരു ഇപ്പോൾ ഉപജീവന മാർഗവും കൂടിയാണ് ആനന്ദേട്ടന്. ആനന്ദേട്ടൻ വീട്ടിൽ ആരൊക്കെയാണ്? എങ്ങനെ? അച്ഛൻ ചെറിയ രീതിയിലായിട്ട് അച്ഛൻ മേളങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തുമായിരുന്നു. അച്ഛനാണ് എന്നെ ആദ്യം പഠിപ്പിച്ചത്. ഈ ഒരു 8 വയസ്സുള്ള പ്രായത്തിലാണ് പഠിക്കാൻ തുടങ്ങിയത്. കുറച്ചു കാലം പഠിപ്പിച്ചപ്പോൾ അച്ഛൻ്റെ ശിക്ഷ ഭയങ്കരമായപ്പോൾ വീട്ടുകാർ എതിർത്തു. അപ്പം പിന്നെ അച്ഛൻ ഇനി പഠിപ്പിക്കില്ല എന്ന് വെച്ചു. അങ്ങനെ അച്ഛൻ്റെ ആശാനായിട്ടുള്ള മാധവനാശാൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുളയങ്കാലത്ത് തന്നെ അച്ഛൻ്റെ ആശാനാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഉണ്ടാക്കി. അന്ന് അരങ്ങേറ്റം അച്ഛൻ്റെ കീഴിൽ ഇല്ല അന്ന് കുറച്ച് തുടങ്ങിയപ്പോൾ അച്ഛൻ കുറച്ച് ദേഷ്യക്കാരനാണ്. അപ്പോൾ അടിയൊക്കെ നല്ല കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു അടി കിട്ടിയിട്ട് അച്ഛമ്മയും അമ്മയൊക്കെ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ നീ പഠിപ്പിക്കണ്ട എന്ന് അച്ഛനോട് കർക്കശമായിട്ട് മകൻ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു കേട്ടത് എനിക്ക് ഓർമ്മയില്ല. അമ്മ പറഞ്ഞു കേട്ടത് പറഞ്ഞാൽ അടിച്ചിട്ട് ഞാൻ അവിടെ ഉമർത്തിരുന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അവർ സന്ധ്യ സമയമാണ്. അപ്പോൾ വിളക്ക് ഒന്നും കറണ്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ മണ്ണവിളക്ക് വെച്ച് കത്തിച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്തോ ശരിയായില്ല. ഒരടി അടിച്ചിട്ട് ഞാൻ തെങ്ങിൻ്റെ ചുവട്ടിലേക്ക് വീണു പറഞ്ഞു. അപ്പോൾ അതോടുകൂടി എൻ്റെ അച്ഛൻ്റെ അടുത്തുള്ള പഠനം നിർത്തി. വീട്ടുകാർ സമ്മതിച്ചില്ല. ആനന്ദേട്ടൻ അപ്പോഴും ഉള്ളിൽ ഒരു അങ്ങനെ പറയാനില്ല. അന്ന് വെറുപ്പ് തോന്നിയില്ല. ഇല്ല വെറുപ്പൊന്നും തോന്നിയില്ല. കാരണം എനിക്ക് തോന്നുന്നത് കുറച്ച് ഇഷ്ടമായിരിക്കാം. അച്ഛൻ അന്ന് കളിക്കൊട്ട് അല്ല മേളങ്ങളാണ്. മുളയങ്കാവിൽ കുറച്ച് പുറത്തുള്ള കുറച്ച് മേളങ്ങളൊക്കെ ഏറ്റെടുത്തിട്ട് നടത്തുമായിരുന്നു അച്ഛൻ. കൊമ്പും കുഴലില്ല കൊമ്പ് വായിക്കുമായിരുന്നു, ചെണ്ട. അങ്ങനെ അച്ഛനെ പഠിപ്പിച്ചു തുടങ്ങി. അപ്പോൾ ഈ പറഞ്ഞ പോലെ അതവിടെ നിന്നു. എന്നിട്ട് അച്ഛൻ്റെ ആശാൻ്റെ അടുത്തേക്ക് പറഞ്ഞു. മാധവനാശാൻ, മുളയങ്കാവ് മാധവനാശാൻ. അവിടെയുള്ള അവിടെയുള്ള അവിടെ ഉള്ള എല്ലാവരും ആശാൻ്റെ കീഴിലാണ് അന്ന് പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ആശാൻ്റെ കീഴിൽ പഠിച്ചു. 2 വർഷം പഠിച്ച് അരങ്ങേറ്റം കഴിഞ്ഞു. അവിടുത്തെ സുബ്രഹ്മണ്യ കോവിലിൽ അരങ്ങേറ്റം ഉണ്ടായി. 10 വയസ്സായപ്പോൾ അരങ്ങേറ്റം കഴിഞ്ഞു. തായമ്പ അരങ്ങേറ്റം കഴിഞ്ഞു. അതിനോടൊപ്പം സ്കൂൾ വിദ്യാഭ്യാസം നിങ്ങൾ പിന്നെ ഈ കലാമണ്ഡലത്തിലേക്ക് വന്ന ഒരു സാഹചര്യം ഞാൻ അച്ഛൻ്റെ കൂടെ ഈ മേളങ്ങൾക്ക് പോവില്ല. അച്ഛൻ ഏറ്റെടുത്ത മേളങ്ങളിൽ ആദ്യം വേല നടക്കുന്ന സമയത്ത് തായമ്പക എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പോൾ അതിൽ കൊട്ടും, തായമ്പ കൊട്ടും. അത് കഴിഞ്ഞ് ഞാൻ കിടന്നു പോകും, ബാക്കിയുള്ളതൊക്കെ അത് നടക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അച്ഛൻ പേപ്പറിലോ അങ്ങനെ ആരോ പറഞ്ഞറിഞ്ഞാണ് കലാമണ്ഡലത്തിൽ ഇങ്ങനെ അഡ്മിഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അച്ഛൻ മുഖാന്തരം കലാമണ്ഡലത്തിൽ ചേർന്നു. ഒരു 11-12 വയസ്സിൽ 12 വയസ്സായില്ലേ. 7ാം ക്ലാസ് അന്ന് സ്കൂൾ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. 7ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നു. 7ാം ക്ലാസ് കഴിഞ്ഞിട്ടായിരുന്നു കലാമണ്ഡലത്തിൽ സ്കൂൾ വിദ്യാഭ്യാസം അന്നില്ല ഉണ്ടായില്ല അല്ലേ? ഓക്കെ. അപ്പോൾ അന്നത്തെ ഗുരുക്കന്മാർ അന്ന് ചെന്ന് മണ്ണാടി ആശാൻ്റെ കളരിയിലാണ്. അന്ന് അവിടെ ഫ്രണ്ടിലൊരു ഹാള് പോലെ ഉണ്ട്. കയറി ചെന്ന് അവിടെ ഉണ്ണാശാൻ്റെ കളരിയാണത്. അന്ന് മണ്ണാടി ആശാനാണ് എന്നെ ദക്ഷിണ കൊടുത്ത് തുടങ്ങിയത്. അങ്ങനെ പിന്നെ ഉണ്ണിരാശാൻ്റെ കളരിയിലായിരുന്നു 1 വർഷം. അന്നത്തെ ശിക്ഷണ രീതിയൊക്കെ എങ്ങനെയുണ്ട്? അന്ന് ആശാൻ എന്നെ അടിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഉണ്ണിരാശാനും അടിച്ചതായിട്ട് ഓർമ്മയില്ല. ആശാൻ്റെ ചാനലായതുകൊണ്ടാണ്? അല്ലല്ല, അങ്ങനെയല്ല, ഒരിക്കലും അല്ല. ആശാൻ്റെ ശിക്ഷണ രീതി പറഞ്ഞാൽ ഉണ്ണിരാശാൻ്റെ ശിക്ഷണ രീതിക്ക് ഒരു വേറെ പ്രത്യേകതയുണ്ട്. ആശാൻ ഇത്രയും ചിരിച്ചുകൊണ്ടാണ് ചെയ്യും. അപ്പോൾ നമുക്ക് വേദനയ്ക്കെങ്കിലും ആ ഒരു ഫീലിംഗ് ഉണ്ടാവാറില്ല, വിഷമം ഉണ്ടാവാറില്ല. കാരണം എല്ലാം ചിരിച്ചുകൊണ്ടാണ് ചെയ്യുക. തോന്നിയിട്ടുണ്ടോ അച്ഛനാണ് ഭേദം? അങ്ങനെ പിന്നീട് അങ്ങനെ തോന്നിയിട്ടില്ല. കലാമണ്ഡലം എന്ന് പറഞ്ഞൊരു സ്ഥാപനം, ഇത്ര വലിയൊരു സ്ഥാപനത്തിൽ നമ്മൾ ചെന്ന് കയറി കഴിയുമ്പോൾ പിന്നെ നമ്മൾ പിന്നോട്ടുള്ള ആ ഒരു
ചിന്ത ഉണ്ടാവില്ല. എന്നാലും അല്ല അതെ, അവിടെ പഠിക്കാൻ കിട്ടുന്നത് ഭാഗ്യമാണ്. അത് കഴിഞ്ഞ് പിന്നീട് ബലരാമാശൻ്റെ ഇതിലായിരുന്നു ഒരു 3 കൊല്ലത്തോളം 3-4 കൊല്ലത്തോളം ബലരാമാശൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു പഠന സമ്പ്രദായം എങ്ങനെയായിരുന്നു? ചേട്ടന് എത്രത്തോളം അത് സ്വാധീനിച്ചിട്ടുണ്ട്? കാരണം നമ്മളിപ്പോൾ ഈ നിലയിൽ വന്ന് നിൽക്കാൻ കലാമണ്ഡലമാണല്ലോ ഒരു ആ പേര് എന്ന് പറയുമ്പോൾ, കലാമണ്ഡലം എന്ന് പറയുമ്പോഴത്തേക്ക് ഏതൊരു സ്ഥാപനത്തിനേക്കാളും മുമ്പിൽ നിൽക്കുന്ന ഒരു തലയെടുപ്പുള്ള ഒരു പേരാണ്. അപ്പം ആ ഒരു പേരോട് കൂടിയാണ് ഇപ്പോൾ ഈ തിരുവനന്തപുരം വരെ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ എങ്ങനെയാണ് അന്നത്തെ പഠനം ചേട്ടനെ സ്വാധീനിച്ചത്? പഠനം സ്വാധീനിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് കളിക്ക് കൊട്ടാനും അത് അധികം ഉണ്ടായിട്ടില്ല. അപ്പോൾ ചൊല്ലിയാട്ടക്കളരിയിൽ ഞാൻ അങ്ങനെ അത്ര പോയിട്ടില്ല. എൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കും, പഠന വൈകല്യം കൊണ്ടോ അല്ലെങ്കിൽ എന്തായാലും തായമ്പ കുറച്ചും കൂടി ഇഷ്ടമായിരുന്നു എനിക്ക്. അന്ന് അവിടെ ചെല്ലുമ്പോൾ നമുക്കറിയില്ല കഥകളിയാണ് കലാമണ്ഡലത്തിൽ പഠിപ്പിക്കുന്നത് എന്നുള്ളൊരു ധാരണയൊന്നുമില്ല. നമ്മളിവിടെ നിന്ന് ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് ചെല്ലുമ്പോൾ നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ മേളങ്ങളും തായമ്പയൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ളത്. അവിടെ ചെന്ന് ആദ്യമായിട്ടാണ് ഞാൻ കഥകളി കാണുന്നത്, കൂത്തമ്പലത്തിൽ കാണുന്നതും. അങ്ങനെ ഒരു രസം ഉണ്ടായിട്ടുമുണ്ട്. കൂത്തമ്പലത്തിൽ ഞങ്ങൾ കളി കാണാൻ പോവും, കളി കണ്ടിരിക്കും, ഉറങ്ങിപ്പോവും. അവസാനം ദുര്യോധനമൊക്കെ ആകുമ്പോൾ ദുശാസൻ കയറി വരില്ല അവിടെ നിന്ന്, അപ്പോഴൊക്കെയാണ് ചാടി എണീക്കുക പേടിച്ചിട്ട്. അങ്ങനെ നമുക്ക് അറിയില്ല, നമ്മളൊന്നും ആ കഥകളിയൊന്നും ഞങ്ങളങ്ങനെ കണ്ടിട്ടില്ല, ചെറുപ്പത്തിൽ കണ്ടിട്ടില്ല. കലാമണ്ഡലത്തിൽ ചെന്നിട്ടാണ് ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ ഞാൻ കളരിന്ന് തായമ്പ ബലരാമച്ചൻ്റെ കളരി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു തോന്നലായിരിക്കാം, അങ്ങനെ ആശാനും ഈ കഥകളി തായമ്പയാണ് ആശാന് കൂടുതൽ ഇഷ്ടം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അന്നത്തെ സഹപാഠികൾ നന്ദകുമാർ, മറ്റേ വെളിനേഴ് നന്ദകുമാർ, പിന്നെ ഒരു ഉണ്ണി നമ്പൂരി ഉണ്ടായിരുന്നു കണ്ണൂർ ഭാഗത്തുള്ള, അദ്ദേഹം ഇപ്പം ഇല്ല, ഇപ്പം കളി പ്രോഗ്രാം പോകണില്ല തോന്നുന്നു. പിന്നെ ഒരു ശ്രീകുമാറേട്ടൻ, ഒരു ഷാജിയേട്ടൻ, ഇവരൊക്കെ ഇവരൊക്കെ ആയിട്ട് ഇപ്പോഴും ബന്ധം. ഞാൻ ഡൽഹി പണ്ട് ഇപ്പോൾ കുറച്ച് കാലം കൊണ്ടില്ല, കുറച്ച് കാലം മുമ്പേ ഡൽഹി പോയപ്പോൾ ശ്രീകുമാറേട്ടനെ കണ്ടിരുന്നു. പിന്നെ യൂത്ത് ഫെസ്റ്റിവൽ സമയങ്ങളിലൊക്കെ ഷാജിയേട്ടനെ കാണാറുണ്ടായിരുന്നു. നന്ദകുമാറിനെ ഇടയ്ക്ക് കാണും. ഇപ്പോൾ കുടുംബം എങ്ങനെ? വൈഫും കൊച്ചും എല്ലാം ഇവിടെ തന്നെയാണ്, തിരുവനന്തപുരത്താണ്. മക്കളെ 2 പേര്. ദീപ എന്ന് പേര് വൈഫിൻ്റെ, തിരുവേപ്പുറ എന്നാണ് കല്യാണം വെച്ചിട്ട്. മോൻ ഒരാൾ. എത്രാം ക്ലാസ്സിൽ? 6ൽ പഠിക്കുന്നു. തിരുവനന്തപുരത്തേക്ക് വരാനുള്ള ഒരു സാഹചര്യം എന്താണ്? തിരുവനന്തപുരത്തേക്ക് വരാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് പിന്നോട്ട് പോകും. അതായത് കലാമണ്ഡലം കഴിഞ്ഞ് കോഴ്സ് കഴിഞ്ഞ് 4 വർഷം കംപ്ലീറ്റ് എനിക്ക് തോന്നുന്നു 4 വർഷം കഴിഞ്ഞിട്ട് വീട്ടിൽ, അതായത് വെക്കേഷൻ 4ാമത്തെ വർഷം കഴിഞ്ഞിരിക്കുമ്പോൾ ഇനി എന്താണെന്നുള്ളൊരു ചിന്ത ഉണ്ടാവില്ല നമുക്ക്. ഇനി അങ്ങോട്ട് എന്താണ്, എന്തെങ്കിലും കിട്ടിയാൽ പോകണം എന്നുള്ള ചിന്ത. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ കോട്ടയ്ക്കൽ ശശിധരൻ എന്ന് പറഞ്ഞൊരു കോട്ടയ്ക്കൽ കഥകളി പഠിച്ച ആളാണ്. അദ്ദേഹം ദർപ്പണയിലായിരുന്നു, അഹമ്മദാബാദ് റാണി സാരാഭായിയുടെ ദർപ്പണ എന്നുള്ള അക്കാഡമിയിൽ ഡാൻസ് അധ്യാപകനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇത് പ്രകാരം കുറച്ച് പേര് വീട്ടിലേക്ക് വന്നു. എനിക്ക് അത്ര ക്ലിയർ അല്ല അത് എന്താണ് അന്ന് സംഭവിച്ചത്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളുടെ പ്രദീപിനെ അറിയാമല്ലോ, പ്രദീപും പിന്നെ നമ്മളൊരു മിഴാവ് പഠിച്ച അവിടെ എൻ്റെ കൂടെ പഠിച്ച തന്നെയാണ്, ഹരി എന്നാണ് പേര് തോന്നുന്നു. ആൾ കോട്ടയ്ക്കൽ, ശശിയേട്ടൻ കോട്ടയ്ക്കൽ ഇതിൻ്റെ പിൻഭാഗം ഞാൻ പറയുന്നു കേട്ടോ. അപ്പോൾ കോട്ടയ്ക്കൽ അദ്ദേഹം എല്ലാ വർഷവും വന്നിട്ട് ഉഴിച്ചിന് വരാറുണ്ട് അവിടുത്തെ വെക്കേഷൻ സമയത്ത്. ഞങ്ങളും വെക്കേഷൻ സമയത്താണല്ലോ. അപ്പോൾ ഇയാൾ എന്തോ ഇപ്പോൾ ദർപ്പണയിലേക്ക് എന്താ അവിടെ ജോലിക്ക് സാധ്യതയുണ്ടോയെന്ന് അന്വേഷിച്ച് പോയതാണ് ശശിയേട്ടൻ്റെ അടുത്ത്. അപ്പോൾ ശശിയേട്ടൻ പറഞ്ഞു അദ്ദേഹം മിഴാവാണ്, മിഴാവിന് സാധ്യതയൊന്നുമില്ല, ചെണ്ടയാണെങ്കിൽ നോക്കായിരുന്നു എന്തോ പറഞ്ഞു. അപ്പോൾ അവർ എൻ്റെ അടുത്ത് വന്നു, എങ്ങനെ ഒരാളുണ്ട് എന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ അങ്ങനെ വീട്ടിൽ വന്നു കണ്ടു. അപ്പോൾ പോരാൻ പറഞ്ഞു ദർപ്പണയ്ക്ക്. അപ്പോൾ നമ്മൾ ഈ എന്താ പറയുക, ഇനി എന്തെന്നുള്ള നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. അപ്പോൾ പെട്ടെന്ന് ഞാൻ റെഡിയായി. പക്ഷെ അച്ഛന് ബുദ്ധിമുട്ട്, അച്ഛനും ഇത്രയും ദൂരം ഗുജറാത്ത് വരെ പറഞ്ഞയക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ടുണ്ട്. അച്ഛൻ കുറേ നിരുത്സാഹപ്പെടുത്തി. പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ പോവും, എനിക്ക് കാരണം എനിക്ക് പോയേ പറ്റൂ, ഇനി എന്തെന്നുള്ള ഒരു ജീവിതമാർഗം. കഥകളി ഈ പറഞ്ഞ പോലെ നമുക്ക് അത്ര ഇതില്ല, പഠിച്ചു കഴിഞ്ഞെങ്കിലും ഞാൻ കളരിയിൽ എനിക്ക് കുറച്ച് കാലങ്ങളെ ഞാൻ കളരി പോയിട്ടുള്ളൂ. ഗോപേശൻ്റെ കളരി ഒരു ഒറ്റ കളരിക്കേ പോയിട്ടുള്ളൂ, ആശാൻ്റെ ഇത്. പിന്നെ മറ്റേ വാസാശൻ്റെ കളരി പോയിട്ടുണ്ട്, വിജയാശാൻ്റെ കളരി പോയിട്ടുണ്ട്. പിന്നെ കഥകളി ഈ പറഞ്ഞ പോലെ അത്ര ഭ്രമമില്ലാത്തതുകൊണ്ടായിരിക്കാം അതിനോട് അത്ര അങ്ങോട്ട്
അത്ര തോന്നിയില്ല. അന്നും തായമ്പക എനിക്ക് ഇഷ്ടമായിരുന്നു, തായമ്പ മേളങ്ങളൊക്കെ. തിരുവനന്തപുരത്തേക്ക് പിന്നെ അങ്ങനെ ദർപ്പണയിൽ പോയി. ദർപ്പണയിൽ പോയി, അതും ഭയങ്കര രസമാണ്. ഒരു എല്ലാ നിമിത്തങ്ങളാണല്ലോ. നിമിത്തങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടുന്ന് അച്ഛൻ്റെ ഒരു സുഹൃത്തുണ്ട് വിജയവാഡയിലാണ്. അങ്ങനെ അവർ വിജയവാഡയിൽ ബാങ്കിലാണ് താമസം, ബാങ്കിലാണ് ജോലി, താമസം വിജയവാഡയിലെ താമസം, വിജയവാഡ ബാങ്കിൽ. അങ്ങനെ അച്ഛൻ കൂടെ അവരെ കൂടെ പറഞ്ഞയച്ചു. അവരവിടുന്ന് കയറ്റി വിട്ടോളാന്ന് പറഞ്ഞു. അന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ എത്ര അച്ഛനറിയാം, ഭയങ്കര ഹൈറ്റ് കുറഞ്ഞ് ചെണ്ടയുടെ അത്രയാണെന്ന ശശിയേട്ടൻ ഉപമിക്കുക. അപ്പോൾ അങ്ങനെ ചെണ്ട എടുത്ത് ഞാൻ ഇവരുടെ കൂടെ ഇവരുടെ നാട്ടിലേക്ക് പോയി. ഒരു ഓണം കഴിഞ്ഞ് ഇവർ തിരിച്ചു പോകുമ്പോഴാണ്. അപ്പോൾ അന്ന് അവിടെ 2 ദിവസം നിന്നു. പക്ഷേ ടിക്കറ്റൊന്നും കിട്ടാനില്ല. തിരിച്ച് എന്നെ അഹമ്മദാബാദിലേക്ക് വിടാനുള്ള ടിക്കറ്റ് കിട്ടാനില്ല. അപ്പോൾ ഓണ സമയത്ത് വെക്കേഷൻ സമയമല്ലേ. അങ്ങനെ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കിട്ടിയ വണ്ടിക്ക് എന്നെ കയറ്റി വിട്ടു. അപ്പോൾ ശശിയേട്ടൻ പറഞ്ഞത്, ഇവിടെ നിന്ന് നീ കയറുമ്പോൾ അവരോട് ടെലഗ്രാം ചെയ്യണം. അന്ന് ഇതൊന്നും ഫോൺ വിളി സംഭവം ഇല്ല, അങ്ങനെ ഇല്ലല്ലോ. ടെലഗ്രാം ചെയ്താൽ മതി പറഞ്ഞു. അങ്ങനെ എന്നെ കയറ്റി വിട്ടു. അന്ന് മഴയോട് മഴയാണ്. ഞാനൊരു ചെണ്ട വെച്ചിട്ട് ഒരു സൈഡിൽ മലയാളികളുടെ സൈഡിൽ എങ്ങനെയൊക്കെ കഴിച്ചു കൂട്ടി അവിടെ ചെന്നിറങ്ങി. ഭാഷ അറിയില്ല, മലയാളം മാത്രമല്ലേ അറിയുള്ളൂ. ഇത് ആദ്യമായിട്ടാണ് പുറത്ത് പോണത്. അങ്ങനെ അവിടെ ചെന്നിറങ്ങി ശശിയേട്ടൻ വന്നു, എന്നെ കൊണ്ടുപോയി. പിന്നെയാണ് കാര്യം അറിയണത് എന്താണെന്ന്. അവിടെ ചെന്ന് ഞാൻ ചെല്ലുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പേയാണ് ഇവർക്ക് ടെലിഗ്രാം കിട്ടുന്നത്. അവിടുന്ന് 3/4 മണിക്കൂറോളമുണ്ട് സ്റ്റേഷനിലേക്ക്. എനിക്കാണെങ്കിൽ ഇതൊന്നും അറിയില്ലല്ലോ. ഇതിന് ശേഷം അവർ പറഞ്ഞ കഥയാണ് അപ്പോൾ. അപ്പോൾ അതാണ് നിമിത്തം എന്ന് പറയുന്നത്. അപ്പോൾ ശശിയേട്ടനും എന്നെ കണ്ടിട്ടില്ല. ഈ ചെണ്ട ഉള്ളതുകൊണ്ടാണ് എന്നെ കണ്ടുപിടിച്ചത്. അങ്ങനെ ദർപ്പണയിലെത്തി. അങ്ങനെ അവിടെ കുറച്ച് കാലം, ഒരു 7.5-8 വർഷം കുറേ സ്ഥലങ്ങളിൽ അവിടെ പോയതിൻ്റെ ഗുണം ഉണ്ടായതെന്ന് പറഞ്ഞാൽ ദോഷം ഉണ്ടായി, ഗുണമുണ്ടായി. ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെണ്ട എന്ന് പറഞ്ഞ സാധനം നമുക്ക് നമ്മുടെ രീതിയിലേക്ക് കൊട്ടാൻ പറ്റില്ല. അവിടെ വെറും ചേട്ടൻ കൊണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം കഥകളിക്ക് എന്ന് പറഞ്ഞിട്ട് പോയത്. അന്ന് ഞാൻ ചെല്ലുന്ന കാലത്ത് അവിടെ കഥകളിയൊന്നുമില്ല. ബലരാമാശനൊക്കെ ഹരിദാസേട്ടൻ എല്ലാവരും പോകുന്നതിന് ശേഷം ഉള്ള ഒരു ഇതാണ്. അതിൻ്റെ ഒട്ടൻസ് പിന്നീട് മനസ്സിലായത് ശശിയേട്ടന് കളിക്കണമെന്നുണ്ടെങ്കിൽ ചെണ്ട ഉണ്ടായാലേ പറ്റൂ. ചെണ്ട ശബ്ദം കേട്ടാലേ പുള്ളിക്ക് ഡാൻസ് വരും എന്നുള്ളതാണ്. അങ്ങനെ കഥകളി ഉണ്ടെന്ന് അവിടെ നിന്ന് പറഞ്ഞു പോയി. അവിടെ പോയി കഥകളിയൊന്നുമില്ല, ഡാൻസ് ഡ്രാമയ്ക്ക് വായിക്കുക. പിന്നെ അവിടെ നിന്നുണ്ടായ ഗുണം എന്ന് പറഞ്ഞാൽ കുറച്ച് മൃദംഗം പഠിച്ചു. പിന്നെ കുറേ രാജ്യങ്ങൾ സഞ്ചരിക്കാൻ പറ്റി. ഇന്ത്യയിലും ഒട്ടുമിക്ക കാരണം അറിയാമല്ലോ, ദർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ അവരുടെ കൂടെ യാത്രകൾ ഉണ്ടായിട്ടുണ്ട്, നിറയെ യാത്ര ചെയ്യാൻ പറ്റി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഉണ്ടായതെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ഡാൻസും പഠിച്ചു. ശശിയേട്ടൻ ഡാൻസർ ആയതുകൊണ്ട് ഞാൻ ചെറിയ കുട്ടിയല്ലേ, 16 വയസ്സ് ആ സമയത്താണ് പോകുന്നത്. കലാമണ്ഡലം കഴിഞ്ഞ് അപ്പം പറ്റില്ല എന്ന് പറയാൻ ഒരു ഇതൊന്നും ആയിട്ടില്ല. അപ്പോൾ കുറച്ച് വർണ്ണം വരെ പഠിച്ചു ഡാൻസ്. അതിൻ്റെ കൂടെ ഡോല് അവിടുത്തെ ഈ ഫോക്ക് ഡാൻസുകൾക്ക് അവിടെ ഓൾ ഇന്ത്യയിലത്തെ ഫോക്ക് ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഡോലക്ക്, പിന്നെ ഡാൻസ് ഡ്രാമയ്ക്ക് ചെണ്ട വായിക്കാം. നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാനോ അല്ലെങ്കിൽ കഥകളി നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് റിവൈസ് ചെയ്യാനോ പറഞ്ഞു തരാനോ ആരുമില്ല. ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു 7.5-8 വർഷം. അത് കഴിഞ്ഞ് അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് അവിടെ ഒരു ഫെസ്റ്റിവൽ നടക്കാറുണ്ട്. അങ്ങനെ ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് നിന്ന് ഒരു സായിപ്പും മദാമയും കൂടി അവിടെ പോകും. അതായത് ദക്ഷാസെറ്റ് ദേവിസ്രോ എന്നും പറഞ്ഞിട്ട് അവരിവിടെ കണ്ടംപററി ഡാൻസ് വെള്ളയാനി ഊക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു തിയേറ്ററൊക്കെ ഉണ്ട് അവർക്ക്. അങ്ങനെ ഇവരവിടെ പ്രോഗ്രാമിന് വേണ്ടി ഒരു വർഷം മുമ്പേ 96 തോന്നുന്നു അവിടെ വന്നു. അപ്പോൾ ഇവിടെ നിന്ന് ചെണ്ടക്കാരനെ കൊണ്ടുണ്ടാവില്ല. അവർ തിയേറ്റർ അങ്ങനെ കളരിയും ഇതെല്ലാം മിക്സ് ചെയ്തുകൊണ്ട് റോപ്പ് മെൽക്കം ഇതെല്ലാം മിക്സ് ചെയ്തുകൊണ്ട് ഒരു കണ്ടംപററി സ്റ്റൈൽ ഡാൻസ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവർക്ക് ചെണ്ട കൊട്ടേണ്ടി വന്നു. അങ്ങനെ അവരായിട്ട് ഉള്ളൊരു പരിചയമൊന്നുമില്ല, അങ്ങനെ പരിചയപ്പെട്ടൊന്നുമില്ല. അത് കൊട്ടാൻ പറഞ്ഞു. നമ്മുടെ ഉത്തരവാദിത്വം നമ്മളവിടുത്തെ സ്റ്റാഫ് ആയതുകൊണ്ട് ചെയ്തു മാത്രം. അങ്ങനെ അത് കഴിഞ്ഞ് അവർ തിരിച്ചു പോന്നു. അപ്പോഴും പിന്നെ ഞാൻ അവിടെ തന്നെ ഉണ്ട്. അങ്ങനെ എന്തോ ഒരു കാരണത്താൽ ദർപ്പണയിൽ അന്ന് ആരായിരുന്നു ഇതായിരുന്നത്? മൃണാളിനി സാരാഭായി ആണോ, മല്ലിക സാരാഭായി?
ഡയറക്ടറായിട്ട് ഞാൻ ചെല്ലുന്ന സമയത്ത് അമ്മ തന്നെയാണ്, ഞങ്ങൾ അമ്മ എന്ന് വിളിക്കുക, റാണി സറാബായി അമ്മ എന്ന് വിളിക്കും, അവർ തന്നെയായിരുന്നു. ഓക്കെ. അപ്പോൾ ഈ ഇതുകൊണ്ട് ഒരുപാട് രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ടല്ലേ? ഉണ്ട്, കുറേ രാജ്യങ്ങൾ ഒരുപാട് രാജ്യങ്ങൾ. എനിക്ക് തോന്നുന്നു അത് പക്ഷേ ചെണ്ട കൊണ്ടല്ല യാത്ര ചെയ്തതെന്ന് മാത്രം. എത്ര കാലം ഡാൻസ് പഠിച്ചു? അപ്പോൾ ഡാൻസ് കൊണ്ടുമല്ല, ഡാൻസ് പഠിച്ചതെന്ന് പറഞ്ഞാൽ വർണ്ണം വരെ എന്ന് പറഞ്ഞാൽ ഒരു 2-3 വർഷം പഠിച്ചു. അരങ്ങേറ്റം കഴിഞ്ഞു. അരങ്ങുന്ന സമയത്ത് എന്നെ അവിടെ ദർപ്പണയിൽ തന്നെ അവിടുത്തെ ലെക്ചറായിരുന്നിട്ടുള്ള ഒരു അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് അവിടെ അദ്ദേഹമായിരുന്നു മൃദംഗത്തിന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരുമൂർത്തി സാറാണ് തോന്നുന്നു. ഓക്കെ. അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഞാൻ ആദ്യമായിട്ട് മൃദംഗം തുടങ്ങി വെച്ചത്. തുടങ്ങി വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടുന്ന് രാജിവെച്ച് പോയി, ജോലി ഉപേക്ഷിച്ച് പോയി. അങ്ങനെ വേണുപുരി ശ്രീനിവാസ് എന്ന് പറഞ്ഞ് ബാംഗ്ലൂരിൽ നിന്ന് ഒരു സാറ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ അദ്ദേഹത്തിൻ്റെ കീഴിൽ കുറച്ച് കാലം പഠിച്ച് മൃദംഗം അരങ്ങേറ്റം കഴിഞ്ഞു. നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിലും അധികം ഒന്നും നമ്മൾ സംസാരിച്ചിട്ടില്ല. ഇത്രയൊന്നും നമുക്ക് ആനന്ദേട്ടനെ അറിയാമെങ്കിലും ആനന്ദേട്ടൻ്റെ ഇക്കാര്യങ്ങളിലൊന്നും നമ്മൾ ഇടപെട്ടിട്ടില്ല. കാരണം ഇടപെടാനുള്ളൊരു സമയം ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം കളിക്ക് വരിക സമയം ചിലപ്പോൾ മിക്കപ്പോഴും ആനന്ദേട്ടൻ ആ സമയത്താണ് വരിക. ആ സമയത്ത് വരുമ്പോൾ നമ്മൾ വേഷത്തിലായിരിക്കും. അപ്പോൾ അത് അങ്ങനെ കഴിഞ്ഞ് നമ്മളങ്ങ് കണ്ട് ചിരിച്ച് ഒരു ചിരിയിലങ്ങോട്ട് പോവുകയുള്ളൂ. അപ്പോൾ ഇത്രയും വലിയൊരു എന്താ പറയുക അനുഭവം ഉള്ളൊരു വ്യക്തിയാണ് ആനന്ദേട്ടൻ. എന്നാലും ശരി, ഇപ്പോൾ തിരുവനന്തപുരത്ത് എങ്ങനെയാണ് എത്തിയെന്ന് ഇതിലെത്തി? അതാ തിരുവനന്തപുരത്ത് എത്തിയ കാര്യമാണ് ഈ പറയുന്നത്. മറ്റേ അന്ന് ഞാൻ പറഞ്ഞല്ലോ, അവിടെ പ്രോഗ്രാമിൽ അവർ കണ്ടു. അപ്പോൾ എന്തോ കാരണത്തിൽ എനിക്ക് അവിടെ നിന്ന് അത് എൻ്റെ കുഴപ്പമാണോ അവരുടെ കുഴപ്പമാണോ എന്ന് പറയാനുള്ള ഇത് ആയിട്ടില്ല. എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന് പോലും എനിക്ക് അവിടെ നിന്ന് രാജിവെക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഒരു 2-3 മാസം എനിക്ക് അവിടെ തിരിച്ചു പോരാൻ പറ്റില്ലല്ലോ. അവിടെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടുത്തെ പ്രോഗ്രാമുകൾക്കൊക്കെ പങ്കെടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ നിന്ന് ഇവരെ ഒരു ഇത് വരെയാണ് തിരുവനന്തപുരത്ത്. എങ്ങനെ വരാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ നിൽക്കുമ്പോൾ വരാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം ഞാനിവിടെ ഒന്നുമില്ലാതെ നിൽക്കുകയാണ്. നേരെ എല്ലാം പെട്ടിയും എടുത്ത് നേരെ തിരുവനന്തപുരത്ത് വന്നിറങ്ങിയത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് എത്ര വർഷമായി? തിരുവനന്തപുരത്ത് 98 വന്നതാണ്. 98. അപ്പോഴും ഈ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 98 വന്നിട്ടും എനിക്ക് അപ്പോഴും ഈ തമാശയ്ക്ക് അന്ന് ഇവർ പറഞ്ഞ ഇടയ്ക്കെടുത്ത് ഞാൻ ഇപ്പോൾ മനോജേട്ടനൊക്കെ പറയും, എന്താ ദക്ഷയാഗം നടന്നപ്പോൾ അവസാനം കിടന്നിറങ്ങിയിട്ടേ അവസാനം പോകാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇടയ്ക്ക് എടുത്തിട്ട് വന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല. അവർ ചിലപ്പോൾ തമാശയ്ക്ക് പറയണമെന്ന് അറിയില്ല. അപ്പോൾ ആ ഇടയ്ക്ക് ആ പ്രയോഗം പിന്നെ അങ്ങോട്ട് തുടർന്നു. കാരണം ചെണ്ടയിൽ നമുക്ക് കാരണം 8 വർഷത്തോളം ഈ പറഞ്ഞ പോലെ അതൊന്നും ഒരു ഇതുമില്ല. കാരണം നമുക്ക് സ്വയം പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. കളിക്ക് കൊട്ടാൻ ഒരു പാട്ടുകാരനോ അല്ലെങ്കിൽ ഒരു മദ്ദളക്കാരനോ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. തായമ്പ കൊട്ടാൻ അല്ലെങ്കിൽ മേളം കൊട്ടാൻ ആരുമില്ല അവിടെ ആ ഭാഗത്ത്. തിരുവനന്തപുരത്ത് വന്നപ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നത് കണ്ടതിൽ വെച്ചപ്പോൾ ഒരു അത്യാവശ്യമല്ല ഒരു നല്ലൊരു കളിക്കൊട്ടുകാരനായിട്ടുണ്ട് എന്നാണ്. അങ്ങനെ പറയാനായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ ഞാൻ 98 വന്നു പറഞ്ഞല്ല. അന്ന് ഇവിടെ നമുക്കിപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് നാട്ടിൽ പോയിട്ട് ആശാൻ്റെ അടുത്ത് പോയിട്ടോ അല്ലെങ്കിൽ അടുത്ത് പഠിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ഉപജീവനം ഇവിടെ അത്രയ്ക്ക് വരുമാനമില്ല. അപ്പോൾ ഇടയ്ക്ക് കൂട്ടിയിട്ടാണ് മോഹിനിയാട്ടത്തിന് മിക്ക ആൾക്കാർക്കും ഇടയ്ക്ക് വായിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കുറച്ച് ഭേദപ്പെട്ട എല്ലാവരും കൂടി ഇടയ്ക്ക് വായിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ അവർ എന്നെ കളിയാക്കിയ ഇതുകൊണ്ട് ഞാൻ ഇത് വെച്ചിട്ടാണ് കുറച്ചു കാലം പോയത്. അന്ന് കൃഷ്ണാസേട്ടുണ്ട് ഇവിടെ മാർഗിയിൽ. അങ്ങനെ അന്നും ഇവരുടെ അടുത്ത് പോകാൻ പേടിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, എല്ലാം പോയി. മനസ്സിലായി? സാധകമില്ല പറഞ്ഞാൽ അന്ന് ചെയ്തിരുന്നതിൻ്റെ എന്തൊക്കെ കുറച്ചുണ്ടായിരുന്നു. അതല്ലാണ്ട് വേറെ നമുക്ക് അതിന് യാതൊരു ഇതുമില്ല. ഒരു ഉത്ഭയം, ഒരു പേടിയാണ്. ഇത് നമ്മളെ കൊണ്ട് പറ്റുമോ പറ്റില്ല എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ ഡാൻസിന് പ്രോഗ്രാം ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് പിന്നെ അതിലേക്ക് ഇങ്ങനെ ഒതുങ്ങി കൂടിക്കൊണ്ടിരുന്നു. പിന്നെ കണ്ടംപററി പ്രോഗ്രാമുണ്ട്, സമുദ്ര എന്ന് പറഞ്ഞൊരു കണ്ടംപററി ട്രൂപ്പ് അന്ന് തുടങ്ങി. അതിനുശേഷം ഞാൻ കൃഷ്ണാസേനെ കണ്ടിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അദ്ദേഹത്തിൻ്റെ ഫാമിലി എല്ലാം നാട്ടിലാണ്. അപ്പോൾ കളി സീസണായി കഴിഞ്ഞാൽ ഇവർക്ക് മാർഗിയിൽ ഇഷ്ടം അപ്പോൾ കളിയാണ്. അപ്പോൾ എനിക്ക് പറഞ്ഞു തരാനൊന്നും ഇവർക്ക് അങ്ങനെ സമയം കിട്ടില്ല. കളി കഴിഞ്ഞാൽ ഇവരും നാട്ടിൽ പോകും. അങ്ങനെ ആ വാതിൽ അടഞ്ഞു. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് പിന്നെ കണ്ടംപററിയൊക്കെ കുറേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് തന്നെ തോന്നി തുടങ്ങി. കലാമണ്ഡലം ആനന്ദം ഇങ്ങനെ വെച്ച് തുടങ്ങി എനിക്ക് തന്നെ ഒരു ചമ്മൽ തുടങ്ങി.
കാരണം നമ്മൾ പഠിച്ച തൊഴിലായിട്ടല്ല ഈ പോണതൊന്നും. പല വാദ്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റി എന്നുള്ളത് തെറ്റൊന്നുമല്ല. അത് കുറേ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് പല കാര്യങ്ങൾക്കും. ഇപ്പോൾ കളിക്ക് കൂട്ടുമ്പോഴായാലും അല്ലെങ്കിൽ ഇടയ്ക്ക് വായിക്കുമ്പോഴായാലും ഡാൻസിന് വായിക്കുമ്പോൾ എനിക്ക് കാല് നോക്കി അറിയാൻ പറ്റും ആ കാലം എങ്ങനെ വരുന്നു. ആ ഡാൻസ് പഠിച്ചോണ്ട് കലാമണ്ഡലത്തിൽ പഠിച്ചിരുന്ന സാഹചര്യത്തിൽ അന്ന് സബ് ഉണ്ടായിരുന്നല്ലോ അല്ലേ? ഇല്ല, സബ്ബില്ല. എന്നാലും ഇടയ്ക്ക് പ്രാക്ടീസ് ഉണ്ടാവില്ല. ഇല്ല, ഇടയ്ക്ക് പ്രാക്ടീസ് ഇല്ല. ശ്രീവേഷത്തിന് ഇങ്ങനെ പോവാന്നല്ലാണ്ട് ശ്രീവേഷത്തിന് ഇടയ്ക്കേക്ക് പോകും, അല്ലാണ്ട് ഒരു ഇതുമില്ല. പിന്നെ കേട്ടും കണ്ടും ഇപ്പൊ സബ്ബൊക്കെ ഇപ്പൊ 2 വിഷയം ആണ് പഠിക്കുന്നത്. 2 വിഷയമാണ്. ഇപ്പൊ സ്കൂൾ വിദ്യാഭ്യാസം കൂടി ആയല്ലോ. പക്ഷേ നല്ലൊരു കാര്യമാണ്. കാരണം കുട്ടികൾക്ക് വിദ്യാഭ്യാസം അന്ന് നമ്മൾ നിർത്തിയതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് ഇപ്പോഴും മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ആനന്ദേട്ടൻ്റെ ഇത്രയും വലിയൊരു അനുഭവമുള്ള ഒരാളാണെന്നൊന്നും കണ്ടാൽ പറയില്ലട്ടോ. ഒരു സിമ്പിളായിട്ട് നമ്മുടെ അടുത്തൊക്കെ എല്ലായ്പ്പോഴും കാണുമ്പോൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ കളിക്ക് കൊട്ടി തുടങ്ങിയത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ അതിനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പത്മനാഭന്റെ മണ്ണിൽ വന്നു കഴിഞ്ഞാൽ എവിടെ തിരിഞ്ഞാലും കഥകളിയാണ് അല്ലേ? ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണെങ്കിൽ 10 ദിവസം ആണ് കഥകളി. അങ്ങോട്ട് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ പോയി കഴിഞ്ഞാൽ തിരുവട്ടാർ ആദികേശ്വര പെരുമാളിൻ്റെ അടുത്ത് തന്നെ പോയി കഴിഞ്ഞാൽ 10 ഇത് ഇവിടെ അതായത് ഇപ്പോൾ ചൊല്ലിയാട്ടം കിട്ടാത്ത ആൾക്കാർ, അതായത് ഇപ്പോൾ കലാഭാരതി പോലുള്ള സ്ഥാപനങ്ങളിൽ ചൊല്ലിയാട്ടം വളരെ കുറവാണ്. അങ്ങനെയുള്ള സ്ഥാപനത്തിൽ ഇത് എന്താ പറയുക, ഈ ആശ്രാമം, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, പത്മനാഭസ്വാമി ക്ഷേത്രം, പിന്നെ ഒരു തിരുവട്ടാർ ആദികേശ്വര പെരുമാൾ ക്ഷേത്രം, ഇവിടെയൊക്കെയാണ് കളിക്ക് ഇങ്ങനെ കൊട്ടിയാണ് ഒരു ചൊല്ലിയാട്ടം പോലുള്ള ഒരു സമ്പ്രദായം. വേറൊരു സമ്പ്രദായം, അതിനൊരു ന്യൂനതയും കൂടി ഉണ്ട്. ചൊല്ലിയാട്ടക്കളരി എന്ന് പറഞ്ഞാൽ കളിക്ക് അരങ്ങത്ത് കൊട്ടുമ്പോൾ തമ്മിൽ വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമാണ്. ആ ചൊല്ലിയാട്ടം കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം. കൊട്ടുമ്പോൾ ബുദ്ധിമുട്ടാണത്. അത് ഇവിടെ നിന്നൊരു അനുഭവം ഉണ്ടായില്ല അത് കൊട്ടിയിട്ട് വേഷത്തിന് കൊട്ടും പോലെയല്ല, കളരി സമ്പ്രദായം വേറെ അതല്ലേ. എന്നായാലും നമുക്ക് ആ ഒരു അനുഭവം അത് തന്നെയല്ലോ, ഒരു പേടി മാറുക. അത് സഭാകമ്പം മാറി, പേടി മാറി കൊട്ടി തുടങ്ങിയപ്പോഴേ. അപ്പം പിന്നെ കൃഷ്ണസേട്ടനോട് പോയി കാര്യങ്ങൾ ചോദിക്കും. മാർഗിയിൽ കുറേ കാലം മുമ്പ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ സാധകത്തിന് പോകും, കുറച്ചു കാലം മുമ്പ് വരെ സാധകത്തിന് പോകും. പിന്നെ അവിടെ തിരക്കായി, അവിടെ ശബ്ദത്തിന് പ്രശ്നം, പുറത്ത് ചെയ്യാൻ പറ്റാതെ അങ്ങനെയൊക്കെ കുറച്ച് പിന്നെ ഞാനും ഇങ്ങനെ. പിന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അവർ കളരിയിൽ കുറച്ച് സാധകം ചെയ്യും, പിന്നെ സ്വയം ചെയ്യും, അത്രയൊക്കെ. ഞാനും കളിക്ക് കൊട്ടാരായി എന്ന് പറയാറായിട്ടില്ല, പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും നമ്മുടെ വളരെ ഒരു ദീർഘമായ അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ആനന്ദേട്ടൻ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം നമ്മുടെ വായ്ത്താരിക്ക് വേണ്ടി പങ്കുവെക്കുകയുണ്ടായി. ആനന്ദേട്ടനും കുടുംബത്തിനും വായ്ത്താരിയുടെ പേരിൽ ഞാൻ ഒരു നന്ദി അറിയിക്കുകയാണ്. എനിക്കിങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്ന എൻ്റെ ആശാനും കലാമണ്ഡലം ഉണ്ണീഷാശാനും, പിന്നെ എന്നെ ഇത്ര നേരം കാര്യങ്ങൾ ചോദിച്ച് ഓർമ്മപ്പെടുത്തിയ എൻ്റെ പ്രജിത്ത്, ഞങ്ങൾ പഴയകാല സുഹൃത്തുക്കളാണ്. കുറച്ചു കാലം എനിക്കറിയാം. പഠിച്ചിറങ്ങിയിട്ട് ഇവിടെ കളിക്കൊക്കെ വരുമ്പോൾ നമുക്ക് പരിചയമുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു അവസരം ഉണ്ടാക്കി തന്ന എല്ലാവർക്കും നമസ്കാരം, നന്ദി. താങ്ക് യു ചേട്ടാ, താങ്ക് യു.